ഭാര്യ അനുസരണക്കേട് കാണിക്കുമ്പോൾ പുരുഷന് ഭാര്യയെ അടിക്കാൻ അനുവദിക്കുന്ന സൂറ 4 ആയത്ത് 34 വാക്യം ഇസ്ലാമിന്റെ എതിരാളികളും ചില മുസ്ലിം പുരുഷന്മാരും പോലും വല്ലാതെ തെറ്റായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് പലപ്പോഴും അടിക്കുക എന്ന് തെറ്റായി വിവർത്തനം ചെയ്യപ്പെടുന്നു. വാസ്തവത്തിൽ വിവാഹമോചനത്തിനു മുമ്പുള്ള അവസാന ആശ്രയമായി ഉദ്ദേശിച്ചുള്ള ഒരു പ്രതീകാത്മക ആംഗ്യമാണ് ഈ വാക്യത്തിലെ അടിക്കുക. വിവാഹ കരാറിന്റെ നിബന്ധനകൾ ലംഘിക്കുന്നത് നിർത്താൻ വിസമ്മതിക്കുന്ന ഭാര്യമാരുള്ള ഭർത്താക്കന്മാർക്ക് ഒരു പുരുഷന് തന്റെ ഭാര്യയെ എങ്ങനെ ശിക്ഷിക്കാമെന്നതിന് വളരെ കർശനമായ നിയമപരമായ നിയന്ത്രണങ്ങളുണ്ട്. അതിന്റെ പൂർണ്ണമായ സന്ദർഭത്തിൽ വ്യാഖ്യാനിച്ചാൽ ഈ വാക്യം യഥാർത്ഥത്തിൽ ഗാർഹിക പീഡനത്തിനെതിരായ ഒരു നിരോധനമാണ്. ഇസ്ലാമിൽ ഒരു പുരുഷന് ഭാര്യയെ ശാരീരികമായോ വൈകാരികമായോ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നത് അനുവദനീയമല്ല. അല്ലാഹു പറഞ്ഞു, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി അവരെ ഉപദ്രവിക്കരുത്. സൂറ അൽ ത്വലാഖ് ആയത്ത് 6 ഉബൈദ ഇബ്നു അൽ സമിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവിന്റെ ദൂതൻ, അദ്ദേഹത്തിന് സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ, ദോഷം വരുത്തുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. അവലംബം സുനൻ ഇബ്നു മാജ ഹദീസ് നമ്പർ 2340. ഇമാം അൽ സുയൂദി പറഞ്ഞു, നല്ല പെരുമാറ്റത്തിനുള്ള അവരുടെ അവകാശങ്ങളിൽ നല്ല ജീവിത സാഹചര്യങ്ങൾ, ദോഷം ഒഴിവാക്കൽ തുടങ്ങിയവ നിയമവിധേയമാക്കിയിരിക്കുന്നു. അവലംബം തഫ്സീർ അൽ ജലാലൈൻ സൂറ 2 ആയത്ത് 228 4-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്ന ശ്രദ്ധേയമായ കാര്യം കാഠിന്യം കൂടാതെ ഗൈറു മുബരിഹ് അല്ലെങ്കിൽ വേദനയില്ലാതെ ഗൈറു മുവല്ലിം ആണെന്ന് എല്ലാ പണ്ഡിതന്മാരും ഏകകണ്ഠമായി സമ്മതിക്കുന്നു. ഒരു ഭാര്യ പതിവായി വിവാഹ കരാർ ലംഘിക്കുകയും മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും അവളുടെ പെരുമാറ്റം ശരിയാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ഇസ്ലാമിൽ ഭർത്താവ് ഭാര്യയ്ക്ക് മുറിവേൽപ്പിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം വരുത്തുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അമർ ബിൻ അൽ അഹ്വാസ് റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവിന്റെ ദൂതൻ പറഞ്ഞു, സ്ത്രീകളോട് നന്നായി പെരുമാറാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, കാരണം അവർ നിങ്ങൾക്ക് ബന്ദികളെപ്പോലെയാണ്. തീർച്ചയായും നിങ്ങൾ അവരോട് അന്യായമായി പെരുമാറാൻ അവകാശമില്ല. അവർ കടുത്ത അധർമ്മം പ്രവർത്തിക്കുന്നതുവരെ അവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കിടക്കയിൽ നിന്ന് വേർപെടുത്തുകയും വേദനയുണ്ടാക്കാതെ അവരെ അടിക്കുകയും ചെയ്യാം. എന്നാൽ അവർ നിങ്ങളെ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. തിർമിദിയിലെ 1163 ഹദീസ് ആണ്. അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇത് തീവ്രതയില്ലാത്ത ഒരു സ്ട്രൈക്കിംഗ് ആണ്. തീവ്രതയില്ലാത്ത ഒരു സ്ട്രൈക്കിംഗ് എന്താണ് എന്ന് ഞാൻ ചോദിച്ചു. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇതൊരു ടൂത്ത്സ്റ്റിക്ക് അല്ലെങ്കിൽ സമാനമായ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അൽ റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തി, ഇത് മടക്കിയ തൂവാല കൊണ്ടോ കൈകൊണ്ടോ തട്ടുന്നതാണ് എന്ന്. പണ്ഡിതന്മാർ അടിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളെയും സംഗ്രഹിക്കാം. ടൂത്ത് ബ്രഷ്, തൂവാല, കൈപ്പത്തി പോലുള്ള ലഘുവായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഒരു ഗദയോ ചാട്ടയോ അല്ല. അത് വേദനയോ പരിക്കോ ഉപദ്രവമോ അപമാനമോ ഉണ്ടാക്കരുത്. ചതവോ അടയാളമോ അവശേഷിപ്പിക്കരുത്. മുഖം പോലുള്ള സെൻസിറ്റീവ് ഭാഗങ്ങളിൽ അത് ഉണ്ടാകരുത്. ഈ നിയന്ത്രണങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കുന്ന പുരുഷൻ നിയമപരമായി ഉത്തരവാദിയാണ്. ഭാര്യയ്ക്ക് അതിന് അയാളെ വിവാഹമോചനം ചെയ്യാം. ഇതെല്ലാം ഗാർഹിക പീഡനത്തിന് വിലക്കുന്നതിന് തുല്യമാണ്. മൊത്തത്തിൽ ഈ അടിക്കൽ എന്നത് ഭാര്യയുടെ അനാവശ്യമായ പെരുമാറ്റത്തിന്റെ ഗൗരവം അവളെ അറിയിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു പഠിപ്പിക്കൽ സംവിധാനമല്ലാതെ മറ്റൊന്നുമല്ല. കാരണം അതിനുശേഷമുള്ള അവസാനഘട്ടം വിവാഹമോചനമാണ്. പ്രവാചകൻ തന്റെ പുരുഷ സഹാബിമാരെ അത്തരമൊരു പ്രതീകാത്മക അടിക്കൽ അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള മാർഗമായി ഉപയോഗിക്കുമായിരുന്നു. അബുദർ റിപ്പോർട്ട് ചെയ്തു, നബി തന്റെ കൈകൊണ്ട് എന്റെ നെഞ്ചിൽ തട്ടി പറഞ്ഞു. ഉറവിടം സഹീഹ് മുസ്ലിം ഹദീസ് നമ്പർ 1825. ഈ സന്ദർഭത്തിൽ നേതൃത്വത്തെക്കുറിച്ച് ഒരു പ്രധാന പാഠം പഠിപ്പിക്കുന്നതിനു മുമ്പ് പ്രവാചകൻ അബൂദറിന്റെ നെഞ്ചിൽ അടിച്ചു. അത് അദ്ദേഹത്തെ വേദനിപ്പിക്കാനോ അപമാനിക്കാനോ ഉദ്ദേശിച്ചുള്ളതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. തീർച്ചയായും യുദ്ധത്തിൽ സ്വയം പ്രതിരോധിക്കാനോ തന്റെ സമൂഹത്തെ പ്രതിരോധിക്കാനോ വേണ്ടിയല്ലാതെ പ്രവാചകൻ ഒരു സ്ത്രീയെയോ വേലക്കാരനെയോ ഒരിക്കലും അടിച്ചിട്ടില്ല. മുസ്ലിങ്ങൾ അനുകരിക്കേണ്ട സദ്ഗുണമുള്ള പ്രവാചക മാതൃകയാണിത്. ആയിഷ അറിയിച്ചു, അല്ലാഹുവിന്റെ ദൂതൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയല്ലാതെ ഒരു ദാസനെയോ സ്ത്രീയെയോ കൈകൊണ്ട് അടിച്ചിട്ടില്ല. ഉറവിടം സഹീഹ് മുസ്ലിം ഹദീസ് നമ്പർ 2328. ഇസ്ലാമിൽ വിവാഹം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കുമ്പോൾ ഭാര്യയെ അടിക്കുന്ന പുരുഷന്മാരെ പ്രവാചകൻ ആലങ്കാരികമായി വിമർശിച്ചു. അബ്ദുല്ലാഹിബ്നു സമക് നിവേദനം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒട്ടകത്തെ അടിക്കുമ്പോലെ നിങ്ങളിൽ ഒരാൾ ഭാര്യയെ അടിക്കുകയും അവളെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നതെങ്ങനെ? അവലംബം സഹീഹ് അൽ ബുഖാരി 5695. ഭാര്യയെ മർദ്ദിക്കുന്ന പുരുഷന്മാരെപ്പറ്റിയും പ്രവാചകൻ സമൂഹത്തിലെ സ്ത്രീകൾക്ക് മുന്നറിയിപ്പ് നൽകുമായിരുന്നു. ഉദാഹരണത്തിന്,
പ്രവാചകൻ ഫാത്തിമ ഇബ്നു കൈസിനോട് സ്ത്രീകളെ തല്ലുന്നതിൽ പേരുകേട്ട ഒരു പുരുഷനെ വിവാഹം കഴിക്കരുതെന്ന് ഉപദേശിച്ചു. അബു അൽ ജഹ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ പതിവായി സ്ത്രീകളെ തല്ലുന്നു, മറിച്ച് നിങ്ങൾ ഉസാമയെ വിവാഹം കഴിക്കണം. ഉറവിടം സഹിഹ് മുസ്ലിം 1480 അവസാനമായി പ്രവാചകൻ മുസ്ലിം പുരുഷന്മാരെ സ്ത്രീകളോട് പൊതുവെയും അവരുടെ ഭാര്യമാരോട് പ്രത്യേകിച്ച് ബഹുമാനത്തോടും ധീരയോടും പെരുമാറാൻ ശക്തമായി പ്രോത്സാഹിപ്പിച്ചു. ഒരു പുരുഷന്റെ സ്വഭാവത്തിന്റെ അളവ് സ്ത്രീകളോടുള്ള അവന്റെ പെരുമാറ്റവുമായി നേരിട്ടു ബന്ധപ്പെട്ടിരിക്കുന്നു. അബൂഹുറൈറ നിവേദനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിശ്വാസത്തിൽ ഏറ്റവും സമ്പൂർണ്ണ വിശ്വാസികൾ ഏറ്റവും മികച്ച സ്വഭാവമുള്ളവരാണ്. നിങ്ങളിൽ ഏറ്റവും മികച്ചവർ അവരുടെ സ്ത്രീകളോട് ഏറ്റവും നല്ല പെരുമാറ്റമാണ്. ഉറവിടം സുനൻ അൽ തിർമിദി 1162. ഗ്രേഡ് സ്വഹീഹ്. ചുരുക്കത്തിൽ ഖുർആൻ മുസ്ലിങ്ങൾക്ക് ഭാര്യമാരെ ഉപദ്രവിക്കാനോ അടിക്കാനോ അനുവദിക്കുന്നില്ല. മറിച്ച് ഈ സൂക്തത്തിൽ പരാമർശിച്ചിരിക്കുന്ന അടി എന്നത് വിവാഹമോചനത്തിന് തുടക്കമിടുന്നതിനു മുമ്പ് ഭാര്യയുടെ മോശം പെരുമാറ്റം തിരുത്താനുള്ള ഒരു പ്രതീകാത്മക ആംഗ്യവും അവസാന ആശ്രയവുമാണ്. ഒരു ഭർത്താവ് ഭാര്യയെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ചാൽ അവൾക്ക് അയാളിൽ നിന്ന് വിവാഹമോചനം തേടാൻ അവകാശമുണ്ട്. മുസ്ലിം പുരുഷന്മാർ പ്രവാചകയുടെ മാതൃക പിന്തുടരണം. അദ്ദേഹം ഒരിക്കലും ഭാര്യമാരെ അടിക്കില്ല, സ്ത്രീകളോട് മാന്യമായും കാരുണ്യത്തോടെയും പെരുമാറുമായിരുന്നു. ഒരു സന്തുഷ്ട കുടുംബത്തിന് അല്ലാഹുവെച്ച ഇക്വേഷനാണ് ഭർത്താവിനെ ഭാര്യമാർ അനുസരിക്കുക എന്നത്. ഭാര്യമാരോട് ഭർത്താവ് കാരുണ്യത്താൽ പെരുമാറുക എന്നത്. ഇക്വേഷൻ ബാലൻസ് തെറ്റിയപ്പോഴാണ് വിവാഹമോചനം പോലുള്ള സംഭവിക്കുന്നത്. അതാണ് പല ഫെമിനിസ്റ്റുകളുടെയും ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ ഇത്തരക്കാർ വിവാഹം ചെയ്യില്ല, വിവാഹം ചെയ്താൽ തന്നെ ജീവിതം പരാജയമായിരിക്കും, ഡിവോഴ്സും നടക്കുന്നു. അതുപോലെ പുരുഷന്മാരുടെ കാര്യത്തിലോ